മഞ്ജൂസ് ഫുഡി സെറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അറബിക് സ്പൈസ് മസാല വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ്. ഇപ്പം നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിഷസാണ് അറബിക് ഡിഷസ് ആയിട്ടുള്ള മന്തി, കബ്സ, മജ്ബൂസ്. ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു മസാല നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ അറബിക് ഡിഷസിലേക്കും നമുക്കത് തന്നെ യൂസ് ചെയ്യാം. ഒട്ടും മായമില്ലാത്ത ഈ അറബിക് സ്പൈസ് മസാല നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ആദ്യം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, മുഴുവൻ മല്ലി തന്നെ എടുക്കണം, മല്ലിയുടെ പൊടിയല്ല. 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ പട്ട, ഏതാണ്ട് ഒരു വിരൽ നീളത്തിൽ വരുന്ന ഒരു 3 പീസ് പട്ടയുണ്ട് ഇതിൽ, അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു, 1/2 ടേബിൾ സ്പൂൺ ഏലക്കായ. ഏലക്കായ എടുക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളറിൽ കുറച്ചും കൂടി സൈസ് കൂടി ഒരു ഏലക്കായ കിട്ടും. അതുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു 2 ഏലക്കായ അതുകൂടി ചേർത്തോളൂ. ശരിക്കും അതൊക്കെ അറബിക് സ്പൈസ് മസാലയ്ക്ക് ആ ഒരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതിലേക്ക് 1 പീസ് നട്ട്മഗ്. ഇത് ജാതിയുടെ കുരുവാണ്. ഒരു ബ്ലാക്ക് കളറിലുള്ള ആ സീഡ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ബ്ലാക്ക് ഷെല്ല് പൊട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ പാർട്ടാണിത്. ഇതിൻ്റെ പുറമെയുള്ള ബ്ലാക്ക് ഷെല്ല് റിമൂവ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ മസാലയുടെ ഒരു ഫ്ലേവറും കളറും മാറിപ്പോവും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഡ്രൈ ലെമൺ. ശരിക്കും അറബിക് സ്പൈസ് മസാലയ്ക്ക് ഗരം മസാലയിൽ നിന്ന് ആ ഒരു ചേഞ്ച് വരുത്തുന്നത് ഈ ഡ്രൈ ലെമൺ ആണ്. ഇതിപ്പോൾ നാട്ടിലെ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആയിരിക്കും. ഇനി അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് ഷോർട്ടായിട്ട് പറയാം. ലെമൺ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. അതിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് ലെമൺ അതിലേക്ക് ഇട്ട് കൊടുക്കുക. മാക്സിമം 1.5 മിനിറ്റ്, അതിൽ കൂടുതൽ നേരം ലെമൺ വെള്ളത്തിൽ വേവിച്ചെടുക്കരുത്. 1.5 മിനിറ്റ് ആകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ ഇത് നല്ല ഐസ് വാട്ടറിലേക്ക് ഇട്ട് കൊടുക്കണം. ഐസ് വാട്ടറിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം അതിൽ നിന്ന് മാറ്റിയിട്ട് നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട്, നല്ല ചൂടുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല വെയിലാണെങ്കിൽ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ ഇത് നല്ലതായിട്ട് ഡ്രൈ ആയി കിട്ടിക്കോളും. ഇനി വെയിലത്ത് വെച്ചിട്ടല്ലാതെ നമുക്കത് ഓവനിൽ വെച്ചിട്ട് ഈ ഒരു കളർ ആവുന്നത് വരെ, ഡ്രൈ ആവുന്നത് വരെ ബേക്ക് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മറ്റൊരു മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പാപ്രിക്ക പൗഡർ. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ എല്ലായിടത്തും മേടിക്കാൻ കിട്ടുന്നതാണ്. ഇനി അത് നമുക്ക് ശുദ്ധമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ റെഡ് ക്യാപ്സിക്കം ഉണ്ടല്ലോ, അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കുക, കട്ട് ചെയ്തിട്ട് ഉണക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പാപ്രിക്ക പൗഡർ ഉണ്ടാക്കുന്നത്. ഈ പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ ക്യാപ്സിക്കം ഉണക്കി പൊടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 2-3 നല്ല എരിവുള്ള വറ്റൽമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇത്രയാണ് ഈ അറബിക് സ്പൈസ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു പാനിലേക്ക് ഈ ഇൻഗ്രീഡിയൻറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല, എല്ലാം ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഓൺ ചെയ്താൽ മതി. പിന്നെ നട്ട്മഗ് ഒന്ന് പൊടിച്ച് ചേർക്കുന്നതാണ് നല്ലത്. അതേപോലെ ഡ്രൈ ലെമണും അതിൻ്റെ ഉള്ളിൽ സീഡ് ഉണ്ടായിരിക്കും, ആ സീഡെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് റോസ്റ്റായി വരാനും അതുപോലെ നമുക്ക് പൊടിക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ലെമൺ സീഡ് പെടരുത്, അതിനൊരു കയ്പ ടേസ്റ്റ് വരും. പാപ്രിക്ക പൗഡർ ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. പാപ്രിക്ക പൗഡർ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനിയിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യാം. ആദ്യത്തെ ഒരു കുറച്ച് സെക്കൻഡ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുക്കാം. കാര്യം പാനൊക്കെ ഒന്ന് പെട്ടെന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാക്സിമം ഒരു 3 to 4 മിനിറ്റ്
അത്ര നേരം കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആയിട്ട് വരും. ഡ്രൈ റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലെ വാട്ടറിൻ്റെ കണ്ടൻറ്റൊക്കെ നന്നായിട്ട് അബ്സോർബ് ആയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഇത് കുറേ നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് പൊടിച്ചെടുക്കാനും സൗകര്യമാണ്. അറബിക് സ്പൈസ് മസാലയെ 7 സ്പൈസസ് അതുപോലെ ബഹാറാത്ത് എന്നൊക്കെ പറയാറുണ്ട്. 7 സ്പൈസസ് എന്ന് പറഞ്ഞാലും ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മിഡിൽ ഈസ്റ്റിൽ തന്നെ ഓരോ റീജിയൻ അല്ലെങ്കിൽ ഓരോ വീടുകളിലെയും പല രീതിയിലാണ് ചെയ്യുന്നത്. ചിലർ 7 ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു, ചിലർ 8 9 ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ വീട്ടിലെ ഗരം മസാല ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് ആയിരിക്കില്ല മറ്റൊരാൾ ചെയ്യുന്നത്. ചിലർ 5 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ഗരം മസാല ചെയ്യാറുണ്ട്, ചിലർ 6 7 8 ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഈ അറബിക് സ്പൈസ് മസാലയിലും ഓരോരുത്തരും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എണ്ണം ചിലപ്പോൾ കൂടുതലും കുറവാണ്. എങ്കിലും ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള ആ ഒരു റെസിപ്പിയാണ്. ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് മാക്സിമം എല്ലാവരും ചെയ്തെടുക്കാറ്. ചിലർ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അത് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന കറിക്കോ അല്ലെങ്കിൽ റൈസിനോ അനുസരിച്ചിട്ട് അതിന് വേണ്ട അളവിനനുസരിച്ച് ചെയ്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് മഞ്ഞൾപ്പൊടി ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇത് നല്ലതുപോലെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത വഴിക്ക് തന്നെ ഇത് ഈ പാനിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. എന്നിട്ടത് തണുക്കാൻ വേണ്ടി വെക്കണം. ഇതിപ്പോൾ അതേ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിലിരുന്നിട്ട് വീണ്ടും ഇത് മൂത്ത് പോവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റിയതിന് ശേഷം ആ ചൂടായിട്ടുള്ള പാനിലേക്ക് പാപ്രിക്ക പൗഡറും കൂടി ഇട്ടിട്ട് ഒരു കുറച്ച് സെക്കൻഡ് നേരം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ചിലർക്ക് ഒരു തരിതരിപ്പ് മതിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് നല്ല ഫൈൻ പൗഡർ ആയിരിക്കും. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ പൊടിച്ചെടുക്കാം. ഞാൻ അത്യാവശ്യം നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് തന്നെ പൊടിച്ചെടുക്കുകയാണ്. ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചിട്ട് മാസങ്ങളോളം നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഇത് സ്റ്റോക്ക് ചെയ്യണേക്കാട്ടിലും ഇതിൻ്റെ സ്മെല്ലിനും അതുപോലെ ടേസ്റ്റിനും ഒട്ടും കുറവില്ലാതെ ഫ്രീസറിൽ വെക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം ഞാൻ എല്ലാ പൊടികളും, എല്ലാ സാമ്പാർ പൊടിയായാലും ഗരം മസാല ആയാലും ഇതുപോലെ എല്ലാ മസാലപ്പൊടികളും ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കാറ്. ഏതാണ്ട് ഒരു വർഷം വരെ എനിക്ക് അതിൻ്റെ ആ ടേസ്റ്റിനും സ്മെല്ലിനൊന്നും ഒട്ടും വ്യത്യാസം വരാതെ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ സാധിക്കുന്നവർ അങ്ങനെയും സൂക്ഷിച്ച് വയ്ക്കാം. കുറച്ച് കൂടുതൽ എമൗണ്ടിൽ ഉണ്ടാക്കിയാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാനും സൗകര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അറബിക് ഡിഷസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരോടും ബൈ.